പേർഷ്യൻ ഗൾഫിലെ അത്യന്തം നിർണായകമായിട്ടുള്ള കടൽപ്പാതയായ ഹോർമുസ് വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാണ്. ഇറാൻ അതിശക്തമായിട്ടുള്ള മുന്നറിയിപ്പുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലേക്ക് മിസൈൽ ലോക്ക് ചെയ്യുമെന്നും അവരെ പിന്മാറാൻ നിർബന്ധിതരാക്കിയുമെന്നും പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിക്കുകയാണ്. അതായത് ആലോചിച്ച് നോക്കൂ, ഹോർമുസിൽ വളരെ നിർണായകമായിട്ടുള്ള ഘട്ടമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് അത് മാറും. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിനിടയിലാണ് ഇറാന്റെ വലിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നത്. അതായത് ഞങ്ങൾ ഈ യുദ്ധക്കപ്പലുകളിലേക്ക് മിസൈൽ ലോക്ക് ചെയ്യുന്നു, അതായത് ഒരു മിസൈൽ മഴ നടത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനം വന്നതോടെ അവിടെ നിന്ന് പിന്മാറുകയാണ് അമേരിക്കയ്ക്ക് ഇതിൽ പരം നാണക്കേടില്ല. ഈ ഇറാന്റെ തീരത്ത് കൊണ്ടുപോയി ഈ അന്തർവാഹിനി കപ്പലുകൾ ഇടുക, അവിടുന്ന് പിന്മാറുക, വീണ്ടും യുദ്ധോപകരണങ്ങളുമായിട്ട് അങ്ങോട്ടേക്ക് പോവുക, ഇങ്ങനെ 4 ചുറ്റും കറങ്ങുക, തിരിച്ചു പോരുക. പക്ഷെ യാതൊരു തരത്തിലും ഉപയോഗമില്ലാതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കപ്പലുകൾ എന്ന് വേണം പറയാൻ. കാരണം ഈ കൊണ്ടിടുന്ന സ്ഥലത്തൊന്നും ഈ കപ്പൽ വഴിയുള്ള ആക്രമണമൊന്നും അമേരിക്ക നടത്തുന്നില്ല. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിൽ വലിയ ഉപരോധം കൊണ്ടുവന്ന് എന്ന് പറഞ്ഞെങ്കിലും ഈ ഉപരോധം നിലനിൽക്കെ തന്നെ ചൈനീസ് കപ്പലുകളും മറ്റു രാജ്യങ്ങളിലെ കപ്പലുകളും അതുവഴി പോകുന്നത് അമേരിക്ക നോക്കി നിന്നു. അമേരിക്കയെ നാണം കെടുത്തിക്കൊണ്ടായിരുന്നു ചൈനയുടെയൊക്കെ കപ്പൽ ഈ ഒരു ഹോർമുസ് കടലിടുക്ക് ആ ഒരു വഴി വന്നത്. എന്തായാലും പേർഷ്യൻ ഗൾഫിലെ ഈ ഒരു നിർണായകമായിട്ടുള്ള കടൽപാതയിൽ വീണ്ടും സംഘർഷം കനക്കുകയാണ്. ഇറാനും US-ഉം കൂടി തമ്മിൽ നടക്കുന്ന പുതിയ നാവിക ഏറ്റുമുട്ടൽ ലോക ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. മാത്രമല്ല ഇറാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയെ ഭീതിയിലാഴ്ത്തുന്നത്. അതായത് ഏതെങ്കിലും ഒരു നീക്കങ്ങൾ നിങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഒരു മിസൈൽ മഴ നിങ്ങളുടെ കപ്പലുകളിലേക്ക് ഞങ്ങൾ പെയ്യിക്കുമെന്നുള്ള ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇതിൽ പിന്തിരിഞ്ഞു പോകുന്ന അമേരിക്കയാണ് കാണാൻ സാധിക്കുന്നത്. അവരുടെ നാവികസേന US യുദ്ധക്കപ്പലുകളിലേക്ക് ക്രൂയിസ് മിസൈലുകൾ ലക്ഷ്യമിട്ട് ലോക്ക് ചെയ്തതായിട്ട് അവകാശപ്പെട്ടു. ഈ ഒരു മുന്നറിയിപ്പിനെ തുടർന്ന് അമേരിക്കൻ ടെസ്റ്റ് ട്രയലുകൾ പിന്മാറി എന്ന് അല്ലെങ്കിൽ പിന്മാറേണ്ടി വന്നതായിട്ടും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണോ എന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ ഞങ്ങൾ സുരക്ഷയൊരുക്കും, ഞങ്ങളുടെ അധീനതയിലാകും, അവിടെ ഹോർമുസ് ഞങ്ങൾ ഭരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും, അവിടുത്തെ കപ്പൽ പോകണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും. ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു കപ്പൽ പോവുകയോ അവിടെ നിന്ന് ഇറാനിൽ നിന്ന് കപ്പൽ വരികയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പം ഞങ്ങൾ അതിനെ ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ വീരവാദങ്ങൾക്ക് ഒരു മറുപടി എന്ന പോണമാണ് ഇറാൻ ഇപ്പോൾ ഒരു പുതിയ ഒരു പ്രസ്താവന ഇറക്കിയത് അല്ലെങ്കിൽ ഒരു ഭീഷണി മുഴക്കിയത്. നമുക്കറിയാം ഇറാൻ പരമാവധി മുന്നറിയിപ്പുകൾ നൽകിയിട്ട് അവസാനത്തെ മുന്നറിയിപ്പാണ് ഇനി ഞങ്ങൾ നൽകുന്നത് എന്ന് ഇറാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം ഇനി മുന്നറിയിപ്പൊന്നുമില്ല, ഇനി ഞങ്ങൾ മിസൈൽ പ്രയോഗിക്കും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇറാൻ കടക്കുകയാണ്. ഇത് പേടിച്ചുകൊണ്ട്, അതായത് ഇറാന്റെ അത്യാധുനികമായിട്ടുള്ള ഈ ഒരു യുദ്ധോപകരണങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന മിസൈലുകൾ, അതുപോലെ തന്നെ കടലിനടിയിൽ വളരെ സ്പീഡിലോട് പോകാൻ കഴിയുന്ന അതിവേഗത്തിൽ തുളച്ചു കയറാൻ സാധിക്കുന്ന തരത്തിലുള്ള അത്യാധുനികമായിട്ടുള്ള ഈ ബോട്ടുകളുണ്ട്. ആ ബോട്ടുകളിൽ ബോംബുകളുണ്ട്. അപ്പൊ അത്തരം നീക്കങ്ങളൊക്കെ ഇറാന്റെ ഭാഗത്തുണ്ട്. അത് പേടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അമേരിക്ക ഇപ്പോൾ പിന്മാറുന്നത്. എന്തായാലും US പ്രതിരോധ വകുപ്പ് ഈ ഒരു അവകാശവാദങ്ങളെ സൂക്ഷ്മമായിട്ട് സമീപിക്കുകയാണ്. അവരുടെ വിശദീകരണം അനുസരിച്ച് കപ്പലുകളുടെ സ്ഥാനം മാറ്റിയത് പതിവ് തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമാണെന്നും പിന്മാറ്റം എന്ന വ്യാഖ്യാനം ശരിയല്ല എന്നുമാണ് പറയുന്നത്. ഇരുപക്ഷങ്ങളും തങ്ങളുടെ നിലപാടുകൾ ശക്തമായിട്ട് നിലനിർത്തുന്നതിനാൽ യാഥാർത്ഥ്യം എന്താണെന്നത് വ്യക്തമല്ലാത്ത രീതിയിലേക്ക് പോകുന്നുണ്ട്. എങ്കിലും മറ്റൊരു കാര്യം സത്യമാണ്, അതായത് ഇവർക്ക് ഈ പറയുന്നത് പോലെ US പറയുന്നത് പിന്മാറ്റമല്ല, അത്തരം വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരണ്ട എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് സത്യത്തിൽ അവർ പിന്മാറുകയാണ്. അവർ പിന്മാറിക്കൊണ്ടാണ് പോകുന്നത്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോക പോലീസ്, ലോക ശക്തി എന്ന് പറയുന്ന അമേരിക്കയുടെ ഈ ഒരു കപ്പൽ അവിടെ കൊണ്ടിടുമ്പോൾ എന്തുകൊണ്ട് ഈ ഇറാൻ മിസൈൽ മഴ പെയ്യിക്കുമെന്ന് പറയുമ്പോൾ അവരവിടെ നിൽക്കുന്നില്ല, പകരം അവരവിടെ നിന്ന് പിന്മാറി പോകുന്ന ഒരു സാഹചര്യമല്ലേ ഉണ്ടാകുന്നത്? എന്നിട്ട് എന്താണ് പറയുന്നത്? അത് ഞങ്ങൾ നയതന്ത്രപരമായിട്ടുള്ള ഒരു ചില പരിപാടികൾക്ക് അല്ലെങ്കിൽ ആ ഒരു നീക്കത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കപ്പൽ തൽക്കാലം അവിടുന്ന് സ്ഥാനം മാറ്റുന്നത്. അത് പതിവുപോലെ ചെയ്യുന്ന കാര്യമാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ യുദ്ധം ഫെബ്രുവരി 28-ന് തുടങ്ങിയപ്പോൾ വലിയൊരു സന്നാഹം പോലെ അമേരിക്കൻ സൈനികരും യുദ്ധക്കപ്പലുകളും മിസൈലുകളും ബോംബുകളും ഒക്കെ സജ്ജമാക്കി ഇറാനെ നങ്കുരമിട്ട് നടക്കുന്ന രീതിയിലായിരുന്നു ഈ ഒരു ട്രംപിന്റെ നീക്കം ഉണ്ടായിരുന്നത്. പക്ഷേ യാതൊരു തരത്തിലും കടലാക്രമണം നടന്നില്ല. അതായത് കടലിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു ആക്രമണം നടന്നില്ല. മാത്രമല്ല ഇവരുടെ ഒരു കപ്പലിന് വലിയ നാശനഷ്ടം സംഭവിച്ചത് തട്ടിൽ കയറുകയും ചെയ്തു. എബ്രഹാം ലിങ്കന് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ ഉണ്ടായി. അങ്ങനെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. എന്തായാലും
ഈ പറയുന്ന കപ്പലുകൾ കൊണ്ടുവന്നിട്ട് അതിൽ നിന്നൊരു ആക്രമണം നടത്താൻ ഇതുവരെ അമേരിക്ക മുതിർന്നില്ല. കാരണം അമേരിക്ക അങ്ങനെ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ ആ കപ്പലുകൾ മുഴുവൻ മുക്കിക്കളയുമെന്നുള്ള ഒരു കാര്യം ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഭയമുണ്ട് സത്യത്തിൽ. എന്തായാലും ആ ഒരു കാര്യമൊക്കെ പരിഗണനയിലെടുത്ത് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത്, അതായത് ഞങ്ങളൊരു മിസൈൽ മഴ പെയ്യിക്കും, ഞങ്ങളൊരു ക്രൂയിസ് മിസൈൽ ആ കപ്പലിന് നേരെ അയക്കും എന്ന് പറഞ്ഞതോടെ, അല്ലെങ്കിൽ ഒരു ഭീഷണി മുഴക്കിയതോടെ അമേരിക്ക അവിടെ നിന്ന് സ്ഥാനങ്ങൾ മാറുന്നതാണ് കാണുന്നത്. പക്ഷെ ഇതൊരു അമേരിക്ക പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇതൊരു പിന്മാറ്റമല്ല, പക്ഷെ ഞങ്ങളുടെ പാതയൊന്ന് ശരിയായ ദിശയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. സത്യത്തിൽ അതൊരു പിന്മാറുകയാണ്, പരാജയപ്പെടുകയാണ്. എന്തായാലും ഇനി സൈനിക വിദഗ്ധർ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ നേരിട്ടുള്ള ആക്രമണത്തിന് മുൻപുള്ള ഘട്ടമെന്നതിലുപരി ശക്തി പ്രദർശനവും മുന്നറിയിപ്പും ആയിരിക്കാമെന്നാണ്. മിസൈൽ ലോക്കിംഗ് പോലുള്ള നടപടികൾ ആവശ്യമെങ്കിൽ ആക്രമിക്കാൻ തയ്യാറാണ് എന്നാണ് സന്ദേശം നൽകുന്നത്. അതായത് ഏത് നിമിഷവും എന്ത് സംഭവിക്കാമെന്ന രീതിയിലേക്ക് മാറി. ഈ ഒരു ഹോർമുസ് വഴി ലോകത്തിലെ വലിയൊരു വിഹിതം എണ്ണ ഗതാഗതം നടക്കുന്നതിനാൽ ഈ മേഖലയിലെ ചെറിയ സംഘർഷങ്ങൾ പോലും ആഗോള വിപണിയിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു നയതന്ത്രത്തിലൂടെ നീക്കങ്ങൾ നടത്തുന്നത്. പക്ഷെ യാതൊരു തരത്തിലും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല. ഇപ്പോഴിതാ ഹോർമുസിൽ ഒരു മിസൈൽ മഴ പെയ്യിക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ക്രൂയിസ് മിസൈൽ നിങ്ങളുടെ കപ്പലുകളെ മുക്കുമെന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായി മാറുകയാണ്. അതുകൊണ്ട് ആ ഒരു ഭയം കൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. എന്തായാലും അവിടെ അങ്ങനെ ഒരു ആക്രമണം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് അത് വലിയൊരു പ്രതിസന്ധിയാകും. അടുത്ത കാലത്തായിട്ട് മേഖലയിൽ സൈനിക സാന്നിധ്യം വർദ്ധിച്ചതും സംഘർഷ സാധ്യത ഉയർത്തുന്ന ഘടകങ്ങളായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതീവ ഗുരുതരമാണ്. ഒരു നിയന്ത്രിത ശക്തി പ്രകടനം എന്ന നിലയിൽ കണക്കാക്കപ്പെടുന്നുണ്ട് എങ്കിലും വലിയ രീതിയിലുള്ള കണക്കുകൂട്ടലുകളോ അല്ലെങ്കിൽ ഒരു പിഴവോ സംഭവിച്ചാൽ വലിയ സംഘർഷത്തിലേക്ക് വഴിമാറാനുള്ള ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കാരണം ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു രീതി മാറി ഇവിടെ നിന്ന് അമേരിക്ക പിന്മാറിയാലും ഇറാൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അമേരിക്കയുടെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ചെറിയൊരു നീക്കം മതി എന്തും സംഭവിക്കാൻ. എന്തായാലും അന്താരാഷ്ട്ര സമൂഹം ഇതിനെ അടുത്തു നിന്ന് നിരീക്ഷിക്കുകയാണ്. ഹോർമുസിൽ ഇപ്പോൾ നിയന്ത്രണത്തിനായിട്ടുള്ള പോരാട്ടം തുറന്ന വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു തെറ്റായ നീക്കം ലോകത്തെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിയിടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം നടക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യമുണ്ട്. അതായത് ആഗോള വ്യാപാരത്തിന്റെ നിർണായക സ്ഥിതിയായിട്ടുള്ള ഈ ഒരു ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതായിട്ട് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇറാൻ ഇത് പ്രഖ്യാപിച്ചപ്പോൾ വലിയ സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് ഇത് ഇറാൻ വീണ്ടും തുറന്നത് എന്നുള്ളത്. അതായത് ലെബനാനിലേക്കുള്ള വെടിനിർത്തൽ ആ വെടിനിർത്തലിന് ഞങ്ങൾ സമ്മതിച്ചു എന്ന് ഇസ്രായേൽ പറഞ്ഞതിന് ശേഷമാണ് ഇറാൻ ഈ ഒരു ഹോർമുസ് വീണ്ടും തുറന്നത്. അതായത് ആദ്യമേ മുട്ടുമടക്കി അമേരിക്ക എത്തി, ഇപ്പോൾ രണ്ടാമത് അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേലും മുട്ടുമടക്കിയിരിക്കുന്നു. അതായത് നിങ്ങൾ വെടിനിർത്തൽ തുടർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോർമുസ് അടച്ചിടും, ഇപ്പോൾ നിർത്തലാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഹോർമുസ് തുറക്കും. അതേപോലെ തന്നെ ആ വെടിനിർത്തൽ നിർത്തിക്കൊണ്ട് മുട്ടുമടക്കിക്കൊണ്ട് എല്ലാ സന്നാഹങ്ങളും നിലത്ത് അടിയറവ് പറഞ്ഞുകൊണ്ട് ഈ ഇസ്രയേലും ഇന്ന് ഈ പറയുന്ന അമേരിക്കയും ഇറാന്റെ മുന്നിൽ നിൽക്കുകയാണ്. എന്തായാലും ജലപാതയിലൂടെയുള്ള ഗതാഗതം ഇറാന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും എന്നതിൽ സംശയമില്ല. ഇപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. എന്തായാലും അതുകൊണ്ടാണല്ലോ ഹോർമുസ് തുറക്കുന്നതും അടയ്ക്കുന്നതും ഇറാൻ തീരുമാനിക്കുന്നത്. എന്തായാലും ആ ഒരു വെടിനിർത്തൽ കരാറിലൂടെ ഇപ്പോൾ അത് വീണ്ടും തുറന്നിരിക്കുകയാണ്. അമേരിക്കയുമായിട്ടുള്ള നയതന്ത്ര ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിർണായക നീക്കം നടക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇനി കടലിടുക്ക് തുറന്നുവെങ്കിൽ കർശനമായിട്ടുള്ള ഉപാധികളാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അമേരിക്കയുടെ നാവിക ഉപരോധം തുടരുകയാണെങ്കിൽ ജലപാത വീണ്ടും അടയ്ക്കുമെന്ന മുന്നറിയിപ്പ് ഗാലിബാഫ് തന്റെ എക്സിലൂടെ നൽകിയിട്ടുണ്ട്. ജലപാതയിൽ നിന്ന് വിദേശ സൈനിക കപ്പലുകൾക്ക് നിരോധനം തുടരുമെന്നും ഈ ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിട്ടുള്ള അമേരിക്ക ഉപരോധം നീക്കുന്ന കാര്യത്തിൽ വ്യക്തത വരാത്തത് ചർച്ചകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇറാന്റെ തുറമുഖങ്ങളിൽ നിന്ന് കപ്പലുകൾ തിരിച്ചയക്കുന്നു എന്ന വാർത്തകൾ ഇറാൻ ഔദ്യോഗികമായിട്ട് നിഷേധിച്ചിട്ടുണ്ട്. ഇതെല്ലാം നടക്കുമ്പോൾ തന്നെ ഇറാനുമായിട്ടുള്ള ഒരു സമാധാന കരാറിലെത്താൻ വളരെ അടുത്തെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചിരിക്കുകയാണ്. ലാസ് വെഗാസിൽ നിന്ന് ഒരു ഫോൺ സന്ദേശത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ശുഭകരമായിട്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ട്രംപ് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഒരു ചതി ഉണ്ടോ എന്നതാണ് ഇറാനും അതുപോലെ തന്നെ ലോക രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുന്നത്. എന്നാൽ ഇറാൻ ആണവ വസ്തുക്കൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന ട്രംപിന്റെ അവകാശം
അവകാശവാദത്തെ ഇറാൻ തള്ളി പൂർണ്ണമായിട്ടും രംഗത്ത് നേരത്തെ എത്തിയിരുന്നു. നിലവിലെ വെടിനിർത്തൽ ചർച്ചകൾ വഴിമുട്ടാതിരിക്കാൻ ഇരുഭാഗത്തു നിന്നും നയതന്ത്ര നീക്കങ്ങൾ സജീവമാണെങ്കിലും ഹോർമുസിലെ നിയന്ത്രണങ്ങൾ സംബന്ധിച്ച് തർക്കം ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് തുടരുകയാണ്. മധ്യസ്ഥ രാജ്യങ്ങളുടെ പങ്ക് ഇവിടെ ഏറെ നിർണായകമാണ്. നേരിട്ടുള്ള ഏറ്റുമുട്ടലുകളിൽ നിന്ന് മാറി പ്രാദേശിക ബന്ധങ്ങളും വിശ്വാസ ചങ്ങലകളും ഉപയോഗിച്ച് പ്രശ്ന പരിഹാരത്തിന് വഴിയൊരുക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. എന്തായാലും ഗൾഫ് രാജ്യങ്ങൾക്കും പാകിസ്ഥാനുമെല്ലാം ഈ മേഖലയിലെ സുരക്ഷയും വ്യാപാര സ്ഥിരതയും അത്യന്താപേക്ഷിതമാണ്. അതിനാൽ അവർ സമാധാന ശ്രമങ്ങളിൽ സജീവമാകുന്നത് തങ്ങളുടെ ദേശീയ താല്പര്യങ്ങളോടും ഉള്ള ഒരു അല്ലെങ്കിൽ അതിനെ പറ്റി ബന്ധപ്പെട്ടാണ്. എന്തായാലും ലോക വിപണികൾക്കായിട്ട് ഇപ്പോഴത്തെ പ്രധാന ചോദ്യം ഒന്ന് തന്നെയാണ്. ഹോർമുസ് കടലിടുക്ക് സ്ഥിരത കൈവരിക്കുമോ? ഈ ജലപാതയിൽ വീണ്ടും തടസ്സമുണ്ടായാൽ എണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ടോ? എന്തായാലും ഗതാഗത ചെലവ് വർദ്ധിക്കാം, വിതരണ ശൃംഖലകൾ ബാധിക്കാം. അതിന്റെ ആഘാതം ഇന്ധനവില മുതൽ സാധനങ്ങളുടെ വില വർധന വരെ പല രാജ്യങ്ങളിലേക്കും പടർന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ഓരോ നീക്കവും സാമ്പത്തികമായിട്ട് വിദഗ്ധർ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ അമേരിക്കയും ഇറാനും തങ്ങളുടെ സ്വന്തം ആഭ്യന്തര പ്രേക്ഷകരോടും സംസാരിക്കുകയാണ്. ഒരു വശത്ത് ശക്തി പ്രകടിപ്പിക്കേണ്ട ആവശ്യം, മറുവശത്ത് യുദ്ധം ഒഴിവാക്കേണ്ട ആവശ്യകത. ഇരുപക്ഷങ്ങൾക്കും ഈ ഒരു രണ്ട് ലക്ഷ്യങ്ങളും ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമാണുള്ളത്. അതിനാൽ പൊതു പ്രസ്താവനകൾ കടുപ്പമുള്ളതായാലും അടഞ്ഞ വാതിലുകൾക്കുള്ളിലെ ചർച്ചകൾ കൂടുതൽ പ്രായോഗികമായേക്കാം. എന്തായാലും ഇറാൻ ഈ ഒരു പ്രതിസന്ധിയിൽ തന്റെ പ്രധാന സന്ദേശം വ്യക്തമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സമ്മർദ്ദത്തിന് മുന്നിൽ വഴങ്ങില്ല, പക്ഷേ തുല്യ ബഹുമാനത്തോടെയുള്ള ചർച്ചകൾക്ക് തയ്യാറാണ്. അമേരിക്ക പറയുന്നത് വെറും ഒരു ഭാഷയാണ്, സുരക്ഷാ ഉറപ്പുകളും ആണവ നിയന്ത്രണവും വേണം, എന്നാൽ കരാറിനും തയ്യാറാണ്. ഈ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള അകലമാണ് ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസങ്ങൾ നിർണായകമായിരിക്കും. ഉപരോധം കുറയുമോ? കടൽപാത സ്ഥിരത കൈവരിക്കുമോ? യഥാർത്ഥ കരാർ പ്രഖ്യാപിക്കപ്പെടുമോ? അതോ വീണ്ടും സംഘർഷമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമൊരുങ്ങാൻ സമയം അധികമില്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഹോർമുസ് കടലിടുക്കിൽ എന്ത് സംഭവിക്കുന്നു എന്നത് ഇനി മധ്യപൂർവേഷ്യയുടെ മാത്രമായിരിക്കത്തില്ല, ലോകത്തിന്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഭാവിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് അതിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം നീക്കങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ലോകത്തിന് അങ്ങനെ വലിയ സ്തംഭനങ്ങളോ പ്രതിസന്ധി ഉണ്ടാകത്തില്ല. എന്നാൽ മറിച്ച് അമേരിക്ക ഇത് തന്നെയാണ് ചെയ്യുന്നത് എങ്കിൽ ഇറാൻ തന്റെ കടുത്ത നിലപാടിൽ നിന്നു കഴിഞ്ഞാൽ ആകെ മൊത്തത്തിൽ പ്രശ്നമാകും.